ചെയ്തിട്ടും ക്ഷമിച്ച കുടുംബം ഇത്. ഇനി എന്റെ മക്കളുടെ ജീവിതം വച്ചിട്ട് പന്താടാൻ എനിക്ക് പറ്റില്ല. ഇനിയൊരു വാക്ക് മൂന്നെണ്ണത്തിന്റെ നാവിൽ നിന്ന് വീണു പോവരുത്. ഇറങ്ങിപ്പോയ്ക്കോ. മുത്തശ്ശി, നേരം വെളുക്കുന്നത് വരെയെങ്കിലും ഒരു മിനിറ്റ് പോലും താമസിക്കാൻ പാടില്ല. അന്തസ്സും അഭിമാനമുള്ള ഒരു താമസിക്കുന്ന തറവാടാ ഇത്. കാലു കുത്താൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല. ഇറങ്ങാൻ. ഇറങ്ങിപ്പോടി. നന്ദ, കാല് പിടിക്കാനും കരയാനും ഇനിയും വരും. കയറ്റി പോകരുത് അകത്തേക്ക്. ഇല്ലമ്മേ, കൂടപ്പറപ്പല്ലേന്ന് കരുതി ക്ഷമിക്കാവുന്നതിന്റെ അത്രയും ക്ഷമിച്ചു. ഇനിയുണ്ടാവില്ല. ഇവരല്ലാതെ ഞാനിവിടെ കഴിഞ്ഞു പോയതാ. എല്ലാത്തിനും കാരണം നിന്റെ ആർത്തിയാ. അമ്മയ്ക്ക് എടുത്തുചാട്ടം ഇത്തിരി കൂടുതലാ. എന്താടി പറഞ്ഞേ? എനിക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്നോ? നീ തന്നെ എന്നെ തള്ളി പറയണോടി. ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത് എനിക്കൊരു നേട്ടം ഉണ്ടാക്കാനല്ല. നീ കരഞ്ഞ് കാല് പിടിച്ചിട്ടല്ലേ? നിനക്ക് നവീനെ സ്വന്താക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ? ഓ, ഇനി ഇവിടെ കിടന്ന് ബഹളം വയ്ക്കണ്ട. അകത്ത് വെച്ച് രണ്ടെണ്ണത്തിനും നല്ലോണം കിട്ടിയില്ലേ? ഇനി അവരെല്ലാം കൂടെ പുറത്തിറങ്ങിയാലേ ഇവിടെ മൊത്തം വോട്ട് ചെയ്തടിക്കും. കയ്യിലാണെങ്കിൽ 5 പൈസയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്ത് കിടക്കാമായിരുന്നു. കയ്യില് കാശില്ലെങ്കിലേ നടന്ന് തിണ്ടിക്കോ. ഭാര്യ വീട്ടില് പരമസുഖം എന്ന് പറഞ്ഞ് കഴിഞ്ഞാ പോരാ, എന്തെങ്കിലും സമ്പാദിച്ച് വെക്കണമായിരുന്നു. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് അവസാനം എന്നെ കുറ്റം പറഞ്ഞാൽ മതിയല്ലോ. അച്ഛ, ഇരുട്ട് കാണുമ്പോ പേടിയാവുന്നുണ്ട് എനിക്ക്. ആണോ? വാവിട്ടങ്ങ് നിലവിളിച്ചോ. ഇപ്പൊ ഒരു രക്ഷിക്കാനുള്ള ആൾക്കാര്. അമ്മേ, ദേ വാതില് തുറന്നു. ആ, എന്താ പറയാ, ഏട്ടനും അമ്മയ്ക്കും എന്നെ ഇവിടുന്ന് അങ്ങനെ ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും തിരിച്ചു വിളിക്കാൻ തന്നെയായിരിക്കും. അത് തന്നെ ആയിരിക്കും. ആ, പക്ഷെ ഉദയേട്ടാ, ഒറ്റ വിളിക്ക് തന്നെ തിരിച്ചു ചെന്നുകളയരുത്. കുറച്ച് ബലമൊക്കെ പിടിക്കാം. ആ, നമ്മളെ വിഷമിപ്പിച്ചതിന് അവരും ഒന്ന് വിഷമിക്കട്ടെ. അയ്യോ, ഇനി സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്റെ പേരില് തിരിച്ചു വരാൻ നോക്കണ്ട. എടുത്തോണ്ട് പോക്കോ. ഈ തറവാടിന്റെ ഉമ്മറത്തേക്കിനി വന്നു പോകരുത്. എന്താ, ഇനി എന്തെങ്കിലും കണക്ക് പറയാനുണ്ടോ? അമ്മായി പേടിക്കണ്ട. ഞാൻ കണക്ക് പറയാനൊന്നും വന്നതല്ല, നിങ്ങളെ തിരിച്ചു വിളിക്കാൻ വന്നതാ. നിങ്ങൾ പുറത്തു പോകണമെന്നായിരുന്നു എല്ലാവരുടെയും താല്പര്യം. പിന്നെ ഞാനത് എല്ലാവരോടും പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതെ, നിങ്ങൾക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അത്രമാത്രം നിങ്ങളുടെ മനസ്സില് കളരിക്കൽ തറവാടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഞാൻ കാരണം അതൊന്നും ഇല്ലാതാവരുത്. ഞാൻ ഇവിടേക്ക് കയറി വന്നത് നവീന്റെ ഭാര്യയായിട്ടാ.
ഒരു ഭാര്യയുടെ സ്വാതന്ത്ര്യം ഞാൻ നവീനോട് കാണിക്കുമല്ലോ. അതിന് കീർത്തിക്ക് മനസ്സിലൊന്നും തോന്നിയിട്ട് കാര്യമില്ല. പിന്നെ കീർത്തി നവീൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയത് നടക്കില്ലല്ലോ. അതൊന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ആ പ്രശ്നം തീരില്ലേ? അച്ഛനും അമ്മയെ കാണിച്ചു കൂട്ടുന്നതൊക്കെ കീർത്തിക്ക് വേണ്ടിയിട്ടല്ലേ? തനിക്കിവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മായി, ഞാൻ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾ ആരും പിരിയണ്ട. ഗാഥ എവിടെ പോകുന്നു? അല്ല, ഞാനേ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാ. അവരാരും ഒന്നും പറയില്ല. നിങ്ങൾ വാ, വരണേ. വാ. എന്താ മോളെ, നീ വിളിച്ചിട്ട് അവര് വന്നില്ലേ? നിർമ്മലേ, അകത്തേക്ക് പോവല്ലേ? വേറെന്താ അമ്മ ആലോചിക്കാനുള്ളേ? ചെന്ന് കയറി കഴിഞ്ഞാ അപ്പൊ തന്നെ തുടങ്ങും എല്ലാവരുടെയും ഉപദേശവും ഭീഷണിയൊക്കെ. ഭീഷണിപ്പെടുത്തിയാൽ നീ അങ്ങ് സഹിച്ചോളണം.